ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത് സൂപ്പർ കപ്പ് മത്സരം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അനദർ ക്ലീൻ ഷീറ്റ് വിൻ. അപ്പോൾ കഴിഞ്ഞ മത്സരത്തെ സംബന്ധിച്ച് ഈ മത്സരം കുറച്ചുകൂടി കാണാൻ രസമുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ സ്കോറേഴ്സ് ഒബി ഏട്ടനും പിന്നെ കോറോ സിംഗ് ആണ്. ഒബി ഏട്ടൻ ആട്ട പേരല്ല, കമൻട്രിയിൽ പറഞ്ഞതാണ്. അപ്പോൾ കോൾഡ് ഒബിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇരട്ട ഗോളുകളാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നത്. ആ മത്സരത്തിലേക്ക് വരികയാണ്. തുടക്കം ഒരു തണുത്ത രീതിയിലായിരുന്നു തുടർന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ ഒരു സുഖം ഉണ്ടായിട്ടില്ല. ബട്ട് അതിലൊരു ഇതുണ്ടാക്കിയത് കോൾഡ് ഒബിയാറ്റയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അത് പുള്ളിയുടെ ബ്രില്യൻസ് ആണ്. പുള്ളി പ്രസ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു ഫുള്ളി. അങ്ങനെ ആ പ്രസ്സിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് ആയുഷിൻ്റെ പാസ്. പുള്ളി അത് കയറി എടുക്കുന്നു, പ്രസ് ചെയ്തെടുക്കുന്നു, ആ പന്ത് നേരെ കൊണ്ടുപോയി അടിച്ച് ഗോളാക്കി ഫസ്റ്റ് ഗോള്. പിന്നെ സെക്കൻഡ് ഗോൾ ഒരു ടീം ഗോളാണെന്ന് തന്നെ പറയാം. കോറോ സിംഗ് നിഹാലിൽ നിന്ന് എടുത്ത് പന്ത് കോൾഡോ പോയി രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തു. പിന്നീട് മൂന്നാമത്തെ ഗോൾ വരുന്നത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അസിസിൽ നിന്നാണ്. ലൂണയുടെ നല്ലൊരു ക്രോസ് ബോക്സിലേക്ക്, അത് ഒരു അക്രോബാറ്റിക് ഫിനിഷ് എന്ന് പറയാം. കോറോ സിംഗിൻ്റെ നല്ലൊരു ഫിനിഷിങ്. അങ്ങനെ 3 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ അത്ര വലിയത് ഓരോരുത്തരെ സബ്ബൊക്കെ ആക്കിയതോടുകൂടി പിന്നെ ആ ഒരു സ്പീഡ് ഉണ്ടായിട്ടില്ല. കളി ഒന്ന് തണുത്ത് കളിക്കുകയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം കുറച്ചൊക്കെ ടയർഡായ പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ വലിയ രീതിയിൽ പിന്നെയും കുറച്ച് ചാൻസൊക്കെ ചെറിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിലും പക്ഷേ ഗോളിലേക്കൊന്നും എത്തിയില്ല. പിന്നെ ഈ മത്സരത്തിൽ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ത്യാഗോ ആൽവസ് ലാസ്റ്റ് മിനിറ്റിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 87 മിനിറ്റ് അങ്ങനെ എന്തോ. പിന്നെ ഒരു ഫ്രീ കിക്ക് പുള്ളി അടിച്ചു. ഒരു ചെറിയ ഗ്ലിംസസൊക്കെ കാണിച്ച് ഇറങ്ങിയ പാടന്നെ പുള്ളി ഒരു ഫൗളൊക്കെ നേടിയെടുത്തു. നല്ലൊരു പന്ത് കിട്ടിയതിൽ സ്കില്ലൊക്കെ എടുത്തിട്ട് പുള്ളി തന്നെ ആ ഫ്രീ കിക്ക് എടുത്തു. അത് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് തന്നെ ലൈനപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ മാറ്റമില്ല. മിഡ്ഫീൽഡ് ദുസാനും ലൂണ, അങ്ങനെ ഫ്രണ്ട് ഒരു 4-4-2 രീതിയിലായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഫൻസിൽ പഴയ പോലെ തന്നെ ആയിരുന്നു. ഇന്നും നോറയുടെ ഭാഗം നല്ലൊരു കിടിലൻ രക്ഷപ്പെടുത്തൽ കണ്ടു. 3-0 നമ്മൾ വിജയിച്ച് കിടക്കുക. നല്ലൊരു വിപിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് വന്ന പന്ത് ഓപ്പൺ നല്ലൊരു അവരുടെ ഷോട്ട്, ബട്ട് അത് നോറ ഫെർണാണ്ടസ് നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഡൽഹി അത്രയൊരു വലിയ ഓപ്പണൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വലിയ രീതിയിൽ എങ്ങനെയാലും എടുക്കേണ്ട ഈ വിജയം. എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് മത്സരമാണ് നമ്മുടെ മെയിൻ ഒരു നമ്മളെ പരീക്ഷിക്കാൻ പോകുന്ന ഒരു ഗെയിം എന്ന് തന്നെ പറയാം, മുംബൈ സിറ്റിക്കെതിരെ. അപ്പോൾ മുംബൈ സിറ്റിക്കെതിരെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.